സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടുറച്ച് വൈസ് ചാൻസലറും രജിസ്ട്രാറും വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്ന് രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഒഴിവാക്കിയ VC-യുടെ നടപടിയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അതൃപ്തിയുണ്ട്. പ്രതിഷേധം തുടരാനാണ് ഇടതു സംഘടനകളുടെ തീരുമാനം. എന്നാൽ അധികാര തർക്കം ശക്തമായിട്ടും പ്രശ്നങ്ങളിൽ ഗവർണറോ രാജ്ഭവനോ ഇതുവരെ നേരിട്ടിടപെട്ടിട്ടില്ല. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഹാൻസെ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇന്നലത്തെ ഓൺലൈൻ യോഗത്തിലും രജിസ്ട്രാറിനെ പങ്കെടുപ്പിച്ചിരുന്നില്ല മോഹനൻ കുന്നുമേൽ. ഇതിന് മുൻപത്തെ കാര്യങ്ങൾ നോക്കിയാൽ മോഹനൻ കുന്നിന്മേൽ പലപ്പോഴും KS അനിൽകുമാറിനെതിരെ നിലപാടുകൾ എടുക്കുകയും അതൊന്നും നടപ്പാകാതെ പോകുന്നതുമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നലത്തെ ഈ യോഗത്തിന് ശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തിയും നിലനിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ വിവാദം ഇതിപ്പോൾ ഇങ്ങനെ തുടർന്ന് ഇതിനൊരു അവസാനം വേണമല്ലോ ഹാൻസ്. ഈ വിവാദങ്ങളുടെയൊക്കെ പോക്ക് എങ്ങോട്ടാണ്? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വിവാദം എവിടെ അവസാനിക്കും എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുകയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മാസം ജൂൺ 25-ന് കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിലുണ്ടായ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സർക്കാരോ അതിനോടൊപ്പം തന്നെ ചാൻസലറായിട്ടുള്ള ഗവർണറോ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർക്കാരിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ കാര്യങ്ങൾ പരിശോധിക്കുന്നതും തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഗവർണറെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈസ് ചാൻസലറുമാണ്. പക്ഷേ ഈ പ്രശ്നത്തിൽ രണ്ടു കൂട്ടരും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇതുവരെ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിരവധി കോലാഹലങ്ങൾ സർവകലാശാലയിൽ ഉണ്ടായതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും നിർണായകമായ നീക്കം വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി. അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ചയായി സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടില്ല. അതിനോടൊപ്പം തന്നെ ശരി, ഹാൻസിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഈ കേരള സർവകലാശാലയിലെ പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഈ ഒരു ഓൺലൈൻ യോഗം വിളിച്ചിരുന്നു. ആ യോഗവുമായി ബന്ധപ്പെട്ട് വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു യോഗമാണ്. അപ്പോൾ ഈ യോഗത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ വിളിച്ചിരുന്നില്ല. അങ്ങനെ ഒരു വിവാദമാണ് ഇപ്പോൾ പുതുതായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പോൾ ആരാണ് യഥാർത്ഥ രജിസ്ട്രാർ എന്നറിയാത്തൊരു സ്ഥിതിവിശേഷമാണ് കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നത്. ഹാൻസെ, കേൾക്കാമെങ്കിൽ തുടർന്നോളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ സർക്കാരോ ചാൻസലറോ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് സർക്കാരിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ചാൻസലറിനെ റെപ്രസെൻ്റ് ചെയ്ത് വൈസ് ചാൻസലറുമാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും തങ്ങളുടെ തീരുമാനമാണ് ശരി എന്നുള്ള നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ റദ്ദാക്കുന്നതും. പക്ഷേ താൻ പ്രതിഷേധ സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഹാൻസേ? സേതു, നിലവിൽ ഇന്ന് പ്രതിഷേധമൊന്നും ആരും സംഘടിപ്പിച്ചിട്ടില്ല. ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ ഭരണപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. വൈസ് ചാൻസലർ എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിൽ ഒപ്പിടണമെന്നായിരുന്നു KSUയുടെ പ്രതിഷേധം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓക്കെ ശരി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിസന്ധി ഇതിനൊരു അവസാനം വേണമല്ലോ. അങ്ങനെ ഒരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇത് വിദ്യാർത്ഥികളുടെ കാര്യമാണ്. ഈ എത്ര ദിവസമായി ഈ ഒരു വിവാദമൊക്കെ തുടങ്ങിയിട്ട് ആ പിള്ളേരുടെയൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ നീങ്ങാതെ കിടക്കുവാണ്. ഇതിൽ എന്താണ് മറ്റാരും ഇടപെടാത്തത് എന്നുള്ളതിലൊക്കെയാണ് ഒരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നത്. കുട്ടികളുടെ ഭാവി ഈ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവാത്തത്.